ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ്. ബി ജെ പിക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആവാവുന്നതാണ്. ഇപ്പൊ നിതീഷ് കുമാർ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ വേണമെങ്കിൽ നിതീഷ് ഇല്ലാതെ തന്നെ സർക്കാർ രൂപീകരിക്കുക. എൽ ജെ പി, എച്ച് എമ്മും ആർ എൽ എമ്മും കൂടി ചേർന്നാൽ 120 സീറ്റ് ഇപ്പോഴത്തെ നിലയിലുണ്ട്. പിന്നെ 2 സീറ്റ് ബി എസ് പിയുടെയും ഐ എസ് പിയുടെയും പിന്തുണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിതീഷ് കുമാർ ഇല്ലാണ്ട് തന്നെ സർക്കാർ രൂപീകരിക്കാൻ പറ്റും. നോക്കുന്നോ? ഞങ്ങളൊരു മുന്നണിയായിട്ട് മത്സരിച്ചതല്ലേ. ഞങ്ങൾ ഈ മുന്നണി മര്യാദയും ഞങ്ങൾ രാഷ്ട്രീയത്തിലെ കൃത്യമായിട്ടുള്ള ഒരു ദർശനമൊക്കെ ആയിട്ട് പോകുന്ന പാർട്ടിയാണ്. ഞങ്ങളെങ്ങനെ പ്രലോഭിപ്പിച്ചാൽ ആ പ്രലോഭനത്തിലൊന്നും ഞങ്ങൾ വീഴില്ല. എനിക്ക് മനോജ് മേനോൻ്റെ ആ വിഷയാവതരണത്തിൽ ഏറ്റവും അവസാനം അദ്ദേഹം സൂചിപ്പിച്ചത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വിജയം അത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് അവർ ഫലപ്രദമായി പലതും ചെയ്തു. സാർ, ഇത് തിരിച്ചു പറഞ്ഞൂടെ? ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്ക്. നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ കിട്ടിയ അസുലഭമായ ഒരു ഒന്നാന്തര മുഹൂർത്തമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അങ്ങനെ എന്തുകൊണ്ട് ഇവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല? അങ്ങനെ എന്തുകൊണ്ട് ഇവർക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ല? ഇവർ അവസാന സമരം വരെ അന്ധഛിദ്രമായിരുന്നില്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. നേരത്തെ ആർ ജെ ഡിയുടെ ജോർജ് സാർ പറഞ്ഞതുപോലെ ഒരു മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പാർശ്വഫലം എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ അസ്തമയമാണ്. ഇനി ഒരു സൂര്യൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉദിക്കാത്ത സൂര്യനെയും കൊണ്ടാണ് ഇനി ഒരു സൂര്യോദയത്തിന് അവർ കാത്തിരിക്കുന്നത്. മാറ്റിപ്പിടിക്കണം. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരപ്രസക്തമായ കഥാപാത്രമാണ്. നിങ്ങൾ നോക്കി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട്, അതിൻ്റെ തലേ ദിവസം, പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ തലേ ദിവസമാണ് വോട്ട് ചോരി ആരോപണം കൊണ്ടുവന്നത്. എല്ലാവരും പറഞ്ഞു ഇത് വലിയ പ്രതിഫലനമുണ്ടാക്കും. ശരിയാണെന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല. അതാണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദം. എന്തിനും നരേന്ദ്രമോദി പറയണം? ബീഹാറിലെ ജനങ്ങൾ പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞില്ലേ എന്ന കാരണം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ നരേന്ദ്രമോദിജിയുടെ ഇപ്പോഴത്തെ ഈ പ്രസംഗത്തിൽ നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് എന്താ, INC എന്നുള്ളത് കോൺഗ്രസ് എന്നുള്ളത് മാറി ഇപ്പോൾ MMC ആയി, മുസ്ലിം ലീഗ് പ്രീണന മാവോയിസ്റ്റ് കോൺഗ്രസ്സായി അത് മാറി. നിങ്ങൾ ഈ പഴയ പാരമ്പര്യം വെച്ച് ഇപ്പോൾ പുറകിൽ തഴമ്പ് തപ്പിയാൽ കാണാൻ പറ്റില്ല. പുതിയ തലമുറയ്ക്ക് ഇന്ന് കോൺഗ്രസിനെ വേണ്ട. കാരണം നിങ്ങളുടെ പഴയ പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യമൊക്കെ ജനങ്ങൾ ഉപേക്ഷിച്ചു. ഇന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം സാർ. ആ പഴയ അഴിമതിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാ ഭാഗ്യങ്ങളും കൊടുത്തു ഈ രാഹുൽ ഗാന്ധിക്ക്, എല്ലാ ഭാഗ്യവും ഭഗവാൻ കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയം മാത്രം അറിയില്ല. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വേറെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാർശ്വഫലം എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല, അത് കോൺഗ്രസിൻ്റെ അസ്തമയമാണ്. ഒരു ഉദയസൂര്യൻ, ആ ഉദിക്കാത്ത സൂര്യനെ കൊണ്ട് ഒരു ഉദയസൂര്യനെ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വീണ്ടും സർവേയിലേക്ക് വരികയാണ്. ഒരു ഒറ്റ പോയിന്റ് പറഞ്ഞാൽ നിർത്തിയേക്കാം. വീണ്ടും സർവേയിലേക്ക് വരിക. ഞാൻ ചോദിക്കട്ടെന്ന് കഴിഞ്ഞു. ആദിവാസികളുടെ മേഖലയിൽ ജയിച്ചത് ആരാ മിസ്റ്റർ? ഇന്ന് BJP ആണ് ആദിവാസി മേഖലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് BJPക്കാണ്. BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 22% ആണ്. എന്ന് പറഞ്ഞാൽ RJD നിന്നത് 145 സീറ്റിൽ, BJP 91 സീറ്റിൽ, എന്നിട്ടും 22% വോട്ടിംഗ് പെർസെൻറ്റേജ്. കോൺഗ്രസിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാ? 6%. ശരി, ബീഹാർ എത്ര വർഷം ഭരിച്ചതാ നിങ്ങൾ? ഉപ്പ് വെച്ച കലം പോലെ, പടവലങ്ങ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താഴെ വീഴുമ്പോഴും BJPയെ കുറ്റം പറയേണ്ട. നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക. നാളെ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത് കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെയായി എന്നാണ് BJP ആരോപിക്കുന്നത്.